റെജി ലൂക്കോസ് തലേന്ന് വരെ ചാനലുകളിൽ കയറിയിരുന്ന് ചർച്ച ചെയ്ത് BJPയെ ഫാസിസ്റ്റ് എന്നും രൂക്ഷമായിട്ട് വിമർശിച്ച് CPM വേണ്ടിയിട്ട് ഘോരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന റെജി ലൂക്കോസ് ഒന്ന് ഉറക്കെണീറ്റപ്പെടുത്തേക്ക് ഇതാ കിടക്കുന്നത് BJPയിലേക്ക് മാറിയിരിക്കുകയാണ്. BJPയിൽ പോയി അംഗത്വം എടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? ഇതൊക്കെ കണ്ട് അന്തം വിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വരെ CPM വേണ്ടിയിട്ട് ഘോരമായിട്ട് വാദിച്ചുകൊണ്ടിരുന്ന, സംസാരിച്ചുകൊണ്ടിരുന്ന, പ്രസംഗിച്ചുകൊണ്ടിരുന്ന അയാളാണോ ഇരുന്ന് അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ? എന്താ അല്ലേ? മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ റെജി ലൂക്കോസിന് പൊന്നാട അണിയിച്ച്, ഷാൾ അണിയിച്ച് അംഗത്വം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്നാൽ ആ ഒരു വാർത്തയൊന്ന് കണ്ടു നോക്കാം. സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ഇടതുപക്ഷ നിലപാടുകൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ള ഇടത് സഹയാത്രികൾ എന്ന നിലയിലുള്ള മേൽവിലാസമായിരുന്നു റെജി ലൂക്കോസ് ഉണ്ടായിരുന്നത്. പക്ഷേ റെജി ലൂക്കോസ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ റെജി ലൂക്കോസിനെ പാർട്ടി അംഗത്വം നൽകുന്നതിന്റെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മുടെ നവഗതനായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ ശ്രീ റെജി ലൂക്കോസ് നമ്മളോട് ആദ്യം സംസാരിക്കും. രാജീവ്ജി, 2 മാസം മുമ്പ് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ അത് രൂക്ഷമായിട്ട് വിമർശിച്ച ആളാണ് ഈ റെജി ലൂക്കോസ്. അതേ ആൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ കയ്യിൽ നിന്ന് അംഗത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ റെജി ലൂക്കോസൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് പഠിക്കണം. ഇത്രയൊക്കെ ആയിട്ടും, ഇത്രയൊക്കെ പാർട്ടി വരെ, കോൺഗ്രസ് പാർട്ടി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞിട്ട് പോലും ആ പാർട്ടിയോടുള്ള സ്നേഹവും ആ പാർട്ടിയോടുള്ള ബഹുമാനവും സത്യസന്ധതയും ഇപ്പോഴും ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിലും രക്തത്തിലുമുണ്ട്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ റെജി ലൂക്കോസൊക്കെ കണ്ട് പഠിക്കണം. ഒരു ഉറക്കമുണർന്ന് വരുന്ന സമയത്ത് തന്നെ സ്വന്തം പാർട്ടിയെ തള്ളിക്കളഞ്ഞ് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അംഗത്വം എടുക്കുന്ന ഇവരൊക്കെ ഇത്രയും നാളും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതൊക്കെ വെറും ഇല്ല, നമ്മളില്ലേ പച്ചവെള്ളത്തിനകത്ത് ഇല്ല പഞ്ചസാര കലക്കുന്ന പോലെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഇത്രയും നാളും ചാനലുകളിൽ വരുന്ന ഘോരമായിട്ട് സംസാരിച്ചതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക്, വെറും പച്ച കള്ളമായിരുന്നു ഓർക്കുമ്പോഴത്തേക്ക്, ഇതൊക്കെ കേട്ട് അന്ധമായിട്ട് ഈ പാർട്ടിയെ ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പാർട്ടിയെ താങ്ങി നടന്നിരുന്ന ആളുകൾക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ റെജി ലൂക്കോസ് ഇവിടെ കാണിച്ചു വച്ചിട്ടുള്ളത് അല്ലേ? എന്നാൽ പുള്ളി തെളിയിച്ചു. പുള്ളി ഇത്രയും നാളും നിന്ന ആ ഒരു പാർട്ടി, ആ ഒരു പ്രസ്ഥാനം വെറും വട്ടപൂജ്യമാണ്, ദ്രവിച്ചു തുടങ്ങിയെന്ന് ഉള്ളൊരു തെളിവാണ് പുള്ളി ഇപ്പം ജനങ്ങൾക്ക് കാണിച്ചു തന്നത് തന്നെ. ഞാൻ ഇതിനു മുമ്പ് ഞെട്ടുന്നത് ലോറൻസിൻ്റെ കൊച്ചുമകൻ BJPയിൽ ചേർന്നപ്പോഴേക്കാണ്. അതിനുശേഷം ഞാൻ ഇത്രയും ഞെട്ടിയ ഒരു വാർത്ത ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അത്രയും BJPയെ ചാനലുകളിൽ കയറിയിരുന്ന് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഒന്ന് ഉറക്കം എണീച്ച് വന്നപ്പോഴത്തേക്ക് ദാ കിടക്കുന്ന BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നു. ഇതെന്ത് മറിമായമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും അടിയുറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഇന്ന് പാർട്ടിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള ഓഫറുകൾ കണ്ട് മയങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഇതുപോലുള്ള ആളുകളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. ഇതുപോലുള്ള ആളുകൾ ഏതെങ്കിലും പാർട്ടിയിൽ ചെന്ന് കയറിയോ ആ പാർട്ടി തന്നെ നശിച്ച് നാരായണക്കല്ലെടുക്കുന്നു വേണമെങ്കിൽ പറയാം. എന്നാലും ഇതിന് ശേഷം റെജി ലൂക്കോസിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മാറി, എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോയത് എന്നുള്ളൊരു മറുപടി എന്തായാലും പുള്ളി തരുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. ബന്ധമില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. എന്താണത് അങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരു ബന്ധമില്ലെന്നുകൊണ്ട് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളന പ്രതിനിധിയാകുന്നത്? എത്രയോ മാധ്യമങ്ങൾ കണ്ടു, അവിടെ ഇരുന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാർ കണ്ടു. കഴിഞ്ഞ തവണത്തെ ഏരിയ സമ്മേളനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷേ അവർക്ക് അങ്ങനെ എന്നെ ഒരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ അവഗണിക്കാനാണ് അവർ നിർബന്ധിതരായിരിക്കും. ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് ശേഷം പാർട്ടി കുറ്റപ്പെടുത്താനായിട്ട് ആ പാർട്ടിയെ മോശമായിട്ട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞു. ഞാനെന്നുള്ള വ്യക്തിയുടെ മനസ്സിൽ വന്ന ഈ ഡെവലപ്മെന്റ് ആശയം കേരളം വികസിച്ചാൽ പറ്റും. നമ്മളെപ്പോലുള്ളവർക്ക് ഇവിടെ വഴി നടക്കണം. നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് കേരളത്തിൽ വന്ന് ജീവിക്കണം. കേരളത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ശ്രീത്ത് മനസ്സിലാക്കുക, ലോകത്തിൽ എവിടെയൊക്കെ യാത്ര ചെയ്താണ് ഒരു ടൂറിസത്തിന്റെ കാര്യത്തിൽ ആ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ 100-1 കേരളം പോയിട്ടില്ല. എന്നാൽ നമ്മുടെ നാടിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് എന്താണല്ലേ എത്ര നാൾ ഇനി റെജി ലൂക്കോസിനെ BJP
ചുമക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. റെജി ലൂക്കോസിൻ്റെ കയ്യിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആശയങ്ങളും എല്ലാം വെടിയും പുകയെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് BJP പുഷ്പം പോലെ വലിച്ചെറിയും നമുക്ക് കാണാം. കാരണം ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. മുന്നേ നിന്നിരുന്ന പാർട്ടിയിൽ ശോഭിച്ച് നിന്നിരുന്ന PC ജോർജ്, ടോം വടക്കൻ, ആൻ്റണി, അനിൽ, പത്മജ, ഇവരെയൊക്കെ അവസ്ഥ പിന്നെ എന്തായി? BJPയിലേക്ക് എടുത്തു ചാടിയിട്ട് ഒറ്റച്ചാട്ടത്തിന് BJPയിൽ എത്തിയിട്ട് കിടക്കും. കാറ്റ് പോയ പടക്കം പോലെ കടന്നില്ലേ? അതേ അവസ്ഥ തന്നെയായിരിക്കും ഈ റെജി ലൂക്കോസിൻ്റെയും. അല്ലേ? നിങ്ങൾ നോക്കിക്കോ. കാരണം സ്വന്തം പാർട്ടിയെ, അടിയുറച്ച് നിന്നിരുന്ന പാർട്ടിയെ ഒരു ദിവസം കൊണ്ട് ഉറക്കം എണീറ്റപ്പോഴത്തേക്ക് തള്ളിപ്പറഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് BJPയിലേക്ക് പോയ ആളെ BJP പൂവിട്ട് സ്വീകരിക്കും. എത്ര നാൾ സ്വീകരിക്കും നമുക്ക് കണ്ടറിയാം. നിങ്ങൾ നോക്കിക്കോ. ചാറ് പുരിഞ്ഞ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന റെജി ലൂക്കോസിനെ നമുക്ക് കാണാം. ഇനിയെങ്ങാനും ഏറ്റുമാനൂരിലെ സീറ്റ് നോട്ടമിട്ടാണ് റെജി ലൂക്കോസ് BJPയിലേക്ക് മറുകണ്ഠം ചാടിയതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. BJPയോട്ട് തരത്തതുമില്ല, നിർത്തത്തുമില്ല. കയ്യിലുള്ള കാശ് പോകുന്നതല്ലാതെ വേറൊന്നും നടക്കാനും പോകുന്നില്ല. അവസാനം കാശും പോയി, നാണവും പോയി, മാനവും പോയി നടക്കേണ്ട അവസ്ഥ വരും. ഇതുപോലെ പാർട്ടിയിൽ നിന്ന്, സ്വന്തം പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയിട്ടുള്ള എത്ര ആളുകൾ ഇന്ന് പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ മറുകണ്ഠം ചാടി പോയി കഴിയുമ്പോഴത്തേക്ക് ആ പാർട്ടി ഭയങ്കര വമ്പം സ്വീകരിക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പിന്നെ ആ വ്യക്തിയുടെ പൊടി പോലും ആ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ, ആ ഒരു തലയൊന്ന് കാണണമെങ്കിൽ നമ്മളൊന്ന് അല്ലേ പൂജിക്കണം. അമ്പലത്തിൽ പോയി ഒന്ന് പൂവിട്ട് പൂജിക്കുക എന്ന് പറയുമല്ലോ, അതുപോലെ പൂജിച്ചാൽ മാത്രമേ പിന്നെ ആളുടെ തല കാണാൻ സാധിക്കത്തുള്ളൂ. ഇതും അതുപോലെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം. അതല്ലേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ഞെട്ടിപ്പോയി. കാരണം തലേന്ന് വരെ ചാനലുകളിൽ കയറി ഇരുന്നിട്ട് BJPയെ ഫാസിസ്റ്റ് എന്നും മറ്റേതെന്നും മറിച്ചെന്നും അത് രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കിടക്കുന്നു, BJP അംഗത്വം എടുത്ത് BJPയിലേക്ക് മാറിയിരിക്കുന്നു. എന്നിട്ട് സ്വന്തം പാർട്ടിയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. വിമർശിച്ചുകൊണ്ടിരുന്ന പാർട്ടിയിൽ കയറി ഇരുന്നിട്ട് അംഗത്വം എടുത്ത് ആ പാർട്ടിയിൽ നിന്ന് നിലനിന്നിരുന്ന പാർട്ടിയെ, കയറി വന്ന പാർട്ടിയെ, വളർന്നു വന്നിരുന്ന പാർട്ടിയെ വിമർശിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. എന്താ അല്ലേ?